മാധ്യമം പോഡ്കാസ്റ്റ്. മാധ്യമം എഡിറ്റോറിയൽ 2026 ഓഗസ്റ്റ് 17 തിങ്കൾ. വിവരവിനിമയത്തിന്റെ മേൽനോട്ടം AI കൈവരുന്നതോടെ അതിലൂട്ടിയ വംശീയതയും പ്രത്യക്ഷമാകും. ചിന്തയിലും തീരുമാനങ്ങളിലുമെല്ലാം വിനാശകരമായ അധികാര കേന്ദ്രീകരണം വരുമെന്ന വസ്തുത തുറന്നു കാണിക്കുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ. നിർമ്മിത ബുദ്ധിക്ക് അതിർവരമ്പ് വേണം. നിർമ്മിത ബുദ്ധി അഥവാ AI അധിഷ്ഠിത സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട് മാർഗനിർദ്ദേശങ്ങൾ ഉണ്ടാക്കാൻ സർക്കാരിനോട് കൽപ്പിക്കണമെന്ന പൊതുതാൽപര്യ ഹർജി കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി പരിഗണിക്കാതിരുന്നത് അത് നയപരമായ കാര്യമായതിനാലാണ്. എന്നുവെച്ച് വിഷയത്തിന്റെ പ്രാധാന്യം കുറച്ചു കാണേണ്ടതില്ല. അഡ്വക്കേറ്റ് NK ഗോസ്വാമിയുടെ ഹർജി അപേക്ഷയായി പരിഗണിക്കാൻ സർക്കാരിനെ കോടതി ഉപദേശിച്ചിരിക്കുകയാണ്. അൽഗോരിതത്തിലെ വിവേചനം മുതൽ പ്രത്യാഘാത പഠനം വരെ നടത്തി സമഗ്രമായ നിയമനിർമ്മാണം വേണമെന്നാണ് ഗോസ്വാമിയുടെ ആവശ്യം. വിവിധ മന്ത്രാലയങ്ങളും സർക്കാർ ഏജൻസികളും ഉപയോഗിച്ചേക്കാവുന്ന AI സംവിധാനങ്ങൾ വെളിപ്പെടുത്താൻ സർക്കാരിനോട് കൽപ്പിക്കണമെന്ന ആവശ്യം ന്യായം. ഭരണകൂടങ്ങളുടെ AI ഉപയോഗം വളരെ എളുപ്പത്തിൽ ജനവിരുദ്ധമായി മാറാം. അതിന് തടയിടേണ്ടതുണ്ട്. ഏതൊക്കെ കാര്യങ്ങൾക്ക് ഏതൊക്കെ തരം AI സംവിധാനങ്ങൾ സർക്കാർ ഉപയോഗിക്കുന്നു എന്നറിയാനുള്ള അവകാശം ജനങ്ങൾക്കുണ്ട്. പക്ഷേ AI ഉയർത്തുന്ന വെല്ലുവിളികൾ ഭരണനിർവഹണ രംഗത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. അതിനാൽ സർവതല സ്പർശിയായ നയവും ചട്ടങ്ങളും കൂടി ഉണ്ടാകേണ്ടതുണ്ട്. ഞങ്ങൾ മുൻപ് എഴുതിയതുപോലെ AI മേഖലയിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ബാധകമായ ഏകീകൃത ആഗോള ചട്ടക്കൂട് തന്നെ അത്യാവശ്യമായിരിക്കുന്നു. ഗവേഷണം, ഉൽപാദനം, ഉപയോഗം എന്നീ രംഗങ്ങളിൽ AI ധാർമ്മിക അതിർവരമ്പുകൾ നിശ്ചയിക്കാനും അവ പാലിക്കുന്നു എന്ന് ഉറപ്പുവരുത്താനും സംവിധാനം ഉണ്ടാകണം. അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി പോലൊരു ആഗോള സംവിധാനം UN കീഴിൽ ഉണ്ടാകേണ്ടതുണ്ട്. ഈയിടെയായി AI പ്രയോജനത്തെക്കാൾ അതിന്റെ സംഹാര വിധ്വംസക ശേഷി വർദ്ധിച്ചു വരുന്നതായാണ് വാർത്ത. തൊഴിൽ രംഗമാണൊന്ന്. റോബോട്ടുകളുടെ കുതിച്ചുകയറ്റം മൂലം 100 തൊഴിലാളികൾ ഉണ്ടായിരുന്നിടത്ത് ഇപ്പോൾ തന്നെ 40 പേർ മതി എന്നായിട്ടുണ്ട്. AI പരിസ്ഥിതി ആഘാതവും വലുതാണ്. കാലാവസ്ഥാ പ്രതിസന്ധിയുടെ രൂക്ഷത കൂടിക്കൊണ്ടിരിക്കെ AI സംവിധാനങ്ങളുടെ കടന്നുവരവ് കൂടി സൃഷ്ടിക്കുന്ന ആപത്ത് ചെറുതല്ല. ഡേറ്റാ സെന്ററുകൾ സൃഷ്ടിക്കുന്ന ഗുരുതരമായ പരിസ്ഥിതി പ്രശ്നങ്ങൾ ലോകാടിസ്ഥാനത്തിൽ തന്നെ പ്രകടമായി കഴിഞ്ഞു. കുടിവെള്ളത്തിന് മനുഷ്യരും ജീവജാലങ്ങളും കഷ്ടപ്പെടുമ്പോൾ അതിഭീമമായ തോതിൽ ജലം ഉപയോഗിക്കുന്നുണ്ട് ഇവ. ഇന്നത്തെ തോതിൽ പോയാൽ 2030 AI കേന്ദ്രങ്ങളുടെ ശീതീകരണ സംവിധാനങ്ങൾക്ക് 130 കോടി മനുഷ്യരുടെ അടിസ്ഥാന ഉപയോഗത്തിന് തുല്യമായ വെള്ളം വേണ്ടിവരുമെന്ന് UN ജല പരിസ്ഥിതി ആരോഗ്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്നു. ഡേറ്റാ കേന്ദ്രങ്ങൾ പുറത്തുവിടുന്ന കാർബൺ മാലിന്യത്തിന്റെ പ്രശ്നം വേറെ. ഇതിനു പുറമെയാണ് അവയുടെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടിവരുന്ന ഭൂമി. ടെക് ഭീമന്മാർ ഇതിനകം തന്നെ ഇത്തരം വിഭവങ്ങളിൽ കൈവച്ചു തുടങ്ങി. US ടെക്സസിൽ ആമസോൺ കമ്പനിയുടെ ഡേറ്റാ കേന്ദ്രം വലിയ വിവാദം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയിൽ താനെയിലും വിശാഖപട്ടണത്തും നിർമ്മിക്കാൻ പോകുന്ന ഡാറ്റാ സെന്ററുകൾ ഓരോന്നിനും വേണ്ടിവരുന്നത് 500 ഏക്കറിലധികം ഭൂമിയാണ്. ഊറ്റിയെടുക്കാൻ പോകുന്ന ജലവും പുറത്തുവിടാൻ പോകുന്ന മാലിന്യവും ജനങ്ങൾക്ക് ദുരിതമാകുമ്പോൾ പ്രയോജനം കമ്പനികൾ കൊണ്ടുപോകും. നിർമ്മിത ബുദ്ധി വഴി സ്വകാര്യ കമ്പനികൾക്ക് അറ്റമില്ലാത്ത അധികാരവും ചൂഷണാവസരവും തുറന്നു കിട്ടാം. അത് തടയേണ്ടതുണ്ട്. നിർഭാഗ്യത്തിന് കോർപ്പറേറ്റുകൾക്ക് രാജ്യത്തെ വിൽക്കുന്ന നയമാണിവിടെ. AI ഡാറ്റാ കേന്ദ്രങ്ങൾക്ക് പരിസ്ഥിതി ക്ലിയറൻസ് ആവശ്യമില്ല എന്നാണല്ലോ സർക്കാർ പാർലമെന്റിൽ ഈ മാസാദ്യം പ്രഖ്യാപിച്ചത്. സർക്കാരിന്റെ AI ഉപയോഗത്തിൽ സുതാര്യത ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയാണ് സുപ്രീം കോടതി സർക്കാരിന്റെ തന്നെ പരിഗണനയ്ക്ക് വിട്ടത്. സുതാര്യത മാത്രം പോരാ, പരിസ്ഥിതിക്കും മനുഷ്യാവകാശങ്ങൾക്കും ഏൽക്കുന്ന പരിക്ക് കാണാതിരുന്നുകൂടാ. തൊഴിൽ നഷ്ടം, ഓൺലൈൻ ഭീകരതയും വിദ്വേഷ പ്രചാരണവും, വ്യാജവാർത്ത, പരിസ്ഥിതി നാശം എന്നിവയ്ക്ക് പുറമെ മനുഷ്യന്റെ ചിന്താശേഷി പോലും നശിപ്പിക്കുന്ന അവസ്ഥ ആസന്നമാണെന്ന് മസാച്യുസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് AIT ചൂണ്ടിക്കാട്ടുന്നു. വിവരവിനിമയത്തിന്റെ മേൽനോട്ടം AI കൈവരുന്നതോടെ അതിലൂട്ടിയ വംശീയതയും പ്രത്യക്ഷമാകും. ചിന്തയിലും തീരുമാനങ്ങളിലുമെല്ലാം വിനാശകരമായ അധികാര കേന്ദ്രീകരണം വരും. ഭൂമിയെയും സമൂഹത്തെയും ഒട്ടാകെ പരിഗണിച്ചുകൊണ്ടുള്ള നയമാണ് പ്രതിവിധി. AI പ്രയോഗങ്ങളെ നിരുപദ്രവകരം, ആപത്കരം, അത്യാപത്കരം എന്നിങ്ങനെ തരംതിരിച്ചുകൊണ്ട് യുക്തമായ ചട്ടങ്ങൾക്ക് യൂറോപ്യൻ യൂണിയനും ചില രാജ്യങ്ങളും രൂപം നൽകിയിട്ടുണ്ട്. ധാർമ്മിക മാനവിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന സമഗ്ര നയം രൂപപ്പെടുത്താൻ UN ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളും അടിയന്തരമായി മുന്നോട്ട് വരണം. മാധ്യമം പോഡ്കാസ്റ്റ്.